നമ്മൾ കക്കാടംപോയിൽ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോവാണ്. ആൾക്കാരുണ്ട് കേട്ടോ. നട്ടനെ കുറിച്ച് കാലിൽ അട്ട കടിച്ചു. നവാസിന് മുതലായി. അട്ട എന്ന് പറഞ്ഞാലേ VIP ജീവിയാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിന്റെ പ്രത്യേകത അത് ഒരു തെറാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. പൈസ കൊടുത്ത് ലീച്ച് തെറാപ്പി എന്ന് പറയും. അട്ടനെ കടിപ്പിക്കുക, കാലിലുള്ള ചൊറി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാൻ നല്ലതാ. അതേപോലെ ഈ അട്ട കടിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കേടുവന്ന രക്തമാണ് അവർ എടുക്കുക. അത് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈകൊണ്ട് ബലം പ്രയോഗിച്ച് അതിനെ മാറ്റരുത്. അങ്ങനെ മാറ്റിയാൽ ചൊറിച്ചിൽ വരും. അല്ലാതെ കുടിച്ചോട്ടെ, ഉപ്പ് അതല്ലെങ്കിൽ സോപ്പ് അതായത് സാനിറ്റൈസർ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ആക്കിയാൽ അത് സ്വയം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയാൽ ഒരു രക്തം കുടിച്ച അട്ടക്ക് പിന്നെ അധികം ആയുസില്ല. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് അത് രക്തം ഫുള്ള് ഛർദ്ദിക്കണം. അങ്ങനെ ഛർദ്ദിച്ചതിന്റെ ശേഷം പിന്നെ അതിന് ആയുസുള്ളൂ. അത് ഛർദ്ദിക്കാതെ നമ്മൾ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അട്ട ചത്തുപോകും. അതാണ് അതിന്റെ ഒരു സംഭവം. അതിങ്ങനെ മലമ്പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്.